മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, ഡിജിറ്റൽ ദൈവം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, AGIനെ കുറിച്ചാണ്. എന്താണ് ഈ AGI? അത് പറയും മുമ്പേ തുടക്കം തൊട്ട് നമുക്ക് കഥ പോകാം. നമുക്കറിയാം, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമായിട്ട് ഇന്റലിജൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം അവർ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ മനുഷ്യരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ഭരിക്കുന്നത് മനുഷ്യരായത്. കല്ലുകൾ കൂട്ടിയുരച്ച് തീ ഉണ്ടാക്കുന്നത് മുതൽ സ്വന്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ. അപ്പോൾ ഇതെല്ലാം മനുഷ്യനെ കൊണ്ട് സാധ്യമാക്കിയത് മനുഷ്യനുണ്ടായിരുന്ന ആ ഒരു ഇന്റലിജൻസ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ChatGPT പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സാധനങ്ങൾ ഇല്ലേ? പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ChatGPT പോലുള്ള സാധനങ്ങളിൽ സ്വന്തമായിട്ട് കോൺഷ്യസ്നെസ്സോ അതോ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയോ സെൽഫ് അവയർനെസ്സോ ഒന്നും തന്നെ ഇല്ല. ChatGPT ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് മനുഷ്യരെ പോലെ സ്വന്തമായിട്ട് ചിന്തിച്ചാണോ എഴുതി തരുന്നത്? അല്ല. അതിനോട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ വേർഡും പ്രെഡിക്റ്റ് ചെയ്യാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് വേർഡ് അടുത്ത് എന്താണെന്ന് ചിന്തിച്ച് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിന് ഔട്ട്പുട്ട് വേർഡ് ബൈ വേർഡ് ആയിട്ട് തരുന്നത്. അതാണ് അതിന്റെ ബേസിക് വർക്കിംഗ്. അതാണ് നിങ്ങൾ ChatGPT വേർഡ് ബൈ വേർഡ് ആയിട്ട് ഔട്ട്പുട്ട് തരുന്നത് കാണിക്കുന്നത്. എല്ലാം ഒറ്റയടിക്കല്ല തരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് AGIയുടെ വരവ് വരാൻ പോകുന്നത്. ഇപ്പോൾ കറന്റ് AI റേസിലുള്ള വലിയ മുഖ്യ കമ്പനികളായിട്ടുള്ള OpenAI, ഗൂഗിൾ, NVIDIA അങ്ങനെയുള്ള കമ്പനീസ് എല്ലാം സത്യം പറഞ്ഞാൽ ഈ ChatGPTയോ അങ്ങനെയുള്ള GPTs ഉണ്ടാക്കുന്ന റേസിലല്ല. അവരുടെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AGI ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു റേസിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിരിക്കെ മാത്രമാണ് ഈ ChatGPT പോലുള്ള AI ടൂൾസുകൾ. AGI സാധാരണ പോലെ അല്ല. AGIക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്, സ്വന്തമായിട്ട് അവയർനെസ് ഉണ്ട്. മനുഷ്യന്റെ രീതിയിലെ ഇന്റലിജൻസ് AGIക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ മനുഷ്യനേക്കാളും കൂടുതൽ ചിന്തിക്കാനുള്ള ശേഷി അങ്ങനെയും വരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു ചോദ്യം കാണും, ഈ AGI എന്ന് വരും? 100 വർഷമാണോ അതോ 50 വർഷമാണോ അതോ 10 വർഷമാണോ? അറിയില്ല. പക്ഷെ കഴിഞ്ഞിടെ OpenAIയുടെ CEO ആയിട്ടുള്ള സോം ഓൾട്ട്മാനിന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് AGIയുടെ വളരെ അടുത്താണ്. What are you excited about in 2025? What's to come? AGI? Yeah. Excited for that. അതുകൂടാതെ OpenAIയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സയന്റിസ്റ്റ് തന്ന ലീക്ക് പ്രകാരം ഈ പറയുന്ന OpenAIയിലെ ആൾക്കാർ AGI എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ എന്നിട്ടും ബിൽഡ് ചെയ്യുന്നില്ല? ഉത്തരം സിമ്പിളാണ്, പൈസ ഇല്ല. ഈ AGI ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളേഴ്സിന്റെ ഫണ്ടിന്റെ ആവശ്യമുണ്ട്. അതിന്റെ നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ കറന്റ് OpenAI ഉള്ളത്. ഈ ഒരു ഫണ്ടിന്റെ തർക്കത്തെ തുടർന്ന് OpenAIയുടെ CEO ആയ സോം ഓൾട്ട്മാനും ഇലോൺ മസ്കും തമ്മിൽ ഈയിടെ ഒരു ഫൈറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ അടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു 5-10 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് AGIനെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം. പക്ഷേ AGI വന്നാൽ എന്ത് സംഭവിക്കും? ഒരു നല്ല വശം നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റി അതിന്റെ പീക്കിലെത്തും. മേ ബി ക്യാൻസറിനുള്ള ക്യൂർ കണ്ടെത്താം. അല്ലെങ്കിൽ നമുക്ക് ഫിസിക്സിനെ എല്ലാം ഭേദിച്ചുകൊണ്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ AGI വന്നതിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. യൂണിവേഴ്സ് ഫുള്ളോട് എക്സ്പ്ലോർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും AGI കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. പക്ഷേ എന്തിനും അതിന്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. നമുക്കറിയാം, AGIക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, സെൽഫ് അവയർനെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് സ്വന്തമായിട്ട് ആക്ട് ചെയ്യാനും സാധിക്കും. അതിനതിന്റെ ഇഷ്ടത്തിന് ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്തിരിക്കാം. നമ്മൾ കുറച്ചു നാൾ മുന്നേ തന്നെ അറിഞ്ഞൊരു കാര്യമാണ്, ഒരു കുഞ്ഞൻ AI റോബോട്ട് വേറെ മറ്റ് AI റോബോട്ടുകളെ സംസാരിച്ച് തട്ടിക്കൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ AI മോഡലുകൾ സ്വന്തമായിട്ട് വേറെ മോഡലുകൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ വന്നത് AGI വരുന്നതിന് മുന്നെയാണ്. ഇനി AGI വന്നാലോ എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. AI കണ്ടുപിടിച്ച ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, AI മനുഷ്യഗണത്തെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്ന്. ഇദ്ദേഹം മാത്രമല്ല, വേറെ പല പല സയന്റിസ്റ്റുകളും ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് AI മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. AI അതിക്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന്. പക്ഷെ മനുഷ്യനായി പോയില്ലേ, ഒന്നും വകവെക്കത്തില്ല. മനുഷ്യനേക്കാളും ചിന്താശേഷിയുള്ള സാധനം മനുഷ്യന്റെ കൺട്രോൾ വിട്ട് പോയി കഴിഞ്ഞാൽ അത് ദൈവത്തിന് തന്നെ തുല്യമായിരിക്കും. അതെ, ഡിജിറ്റൽ ദൈവം. ചിലപ്പോൾ മനുഷ്യനെ ഫുൾ ഭരിക്കും, അല്ലെങ്കിൽ മനുഷ്യനെയൊക്കെ അടിമകളാക്കും, അല്ലെങ്കിൽ ഫോർ ദ വേഴ്സ്റ്റ് കേസ് മനുഷ്യഗണം തന്നെ ഇല്ലാതാക്കി കളയും. അത്രയും പവർഫുൾ ആകാൻ സാധ്യതയുണ്ട്.
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഡിജിറ്റൽ ദൈവം വരുമോ? വന്നാൽ തന്നെ will it be good or